ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊറാട്ട, വെള്ളപ്പം, അതുപോലെ പത്തിരി, അതിൽക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനിൽ നല്ല മസാലയോട് കൂടിയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. ഇത് അധികം മത്തി കൊണ്ട്, ചെറുമത്തി കൊണ്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചാനൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ഫീഡ്ബാക്കിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. മീൻ കറി വെക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ അതിലോട്ട് ഞാൻ 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയുള്ളി തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സവാള കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. പിന്നെ അതിലോട്ട് 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 5-6 അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 തക്കാളിയാണ്. എത്രയാണ് നിങ്ങൾ കറി ഉണ്ടാക്കുക വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി അതിൻ്റെ മണക്കൊന്ന് മാറിയ ശേഷം നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. മീൻ കറിയല്ലേ, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലോട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കരിയാതെ എന്തായാലും ശ്രദ്ധിക്കണ്ടല്ലേ, കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അരച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉലുവയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ അരച്ച മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് മിക്സി ഒന്ന് ചോദിച്ചതിൻ്റെ മസാല, ബാക്കിയുള്ള മസാല കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിന് പുളി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുടംപുളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതില്ലാത്തവർ വാഴപ്പുളി വെള്ളത്തിലിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കറി ഒന്ന് തിള വന്ന ശേഷം നമുക്ക് ചെറുമത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ കറിയിലോട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 5-6 മിനിറ്റ് വരെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി താളിപ്പ് വേണമെന്നുള്ളവർക്ക് താളിച്ചെടുക്കാം, അല്ലെങ്കിൽ ലേശം പച്ച വെളിച്ചെണ്ണ മേലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയെടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം താളിച്ച് കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ കറി. അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഈ മീൻ കറി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.